കണ്ണൂരിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അത്ര ഈ ഒരു റവ ലഡു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. അത് സക്സസ്ഫുള്ളും ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. റവ, പാല്, അതേപോലെ തന്നെ തേങ്ങ, 1.5 തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ കശുവണ്ടി, അണ്ടിപ്പരിപ്പ്, പിന്നെ അത് ഈ ചെറിയൊരു കുപ്പി നെയ്യ് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാൻ ചെറിയൊരു കുപ്പി നെയ്യാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം തേങ്ങ കുറച്ചും 2 തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ റവ ലഡു ഉണ്ടാക്കുമ്പോഴത്തേക്ക്. ഞാൻ ഇപ്പം ദേ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ചരുവം എടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കിണ്ടി എടുക്കുമ്പോഴത്തേക്ക് എളുപ്പമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല. അപ്പോൾ ഈ ഒരു ചരുവം എടുത്ത് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കശുവണ്ടി, അണ്ടിപ്പരിപ്പും കൂടെ റോസ്റ്റ് ചെയ്തൊന്ന് മാറ്റാം കേട്ടോ. അപ്പം കുറച്ച് നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് റോസ്റ്റ് ചെയ്യുന്നതിന് അത്രയും നെയ്യ് മതി. അപ്പം ഞാൻ അത് വറുത്ത് കോരി മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ദേ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇനി നമുക്ക് ഇതിനകത്തോട്ട് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 1/2 കവർ റവയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമുക്ക് തട്ടിയിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി വറുത്ത റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇട്ടങ്ങ് വറുത്ത് റോസ്റ്റ് ആക്കണ്ട. നമുക്ക് ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എത്രത്തോളം തേങ്ങ ചേർക്കാൻ പറ്റുന്നോ അത്രത്തോളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതൊന്ന് സോഫ്റ്റ് ആകും കേട്ടോ. അപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങയാണ്. അപ്പം ഇത് കുറച്ച് നേരം ഒന്ന് നമ്മൾ വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയുടെ അളവ് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ലഡുവിൻ്റെ ടേസ്റ്റേ കുറയും കേട്ടോ. പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3-4 സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ മധുരക്കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കിണ്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റവ ലഡുവാണ്. പിന്നെ നിങ്ങൾക്ക് ഷുഗർ നിങ്ങളിഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ മധുരം കുറച്ച് മതിയെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ വറുത്ത് കോരി വെച്ച കശുവണ്ടി, അണ്ടിപ്പരിപ്പ് അതിന് ശേഷം നമുക്ക് പാല് ചേർക്കാം കേട്ടോ. നമ്മുടെ 1/2 കവർ പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. നമ്മുടെ റവയൊക്കെ കിണ്ടി എടുക്കത്തില്ലേ നമ്മൾ വെള്ളം ചേർത്ത്, അതേപോലെ തന്നെ നല്ല രീതിയിലൊന്ന് കിണ്ടി എടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഒറ്റ ട്രിപ്പായിട്ട് നമ്മൾ മൊത്തത്തിൽ പാലൊഴിച്ച് കൊടുക്കരുത്. പാല് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തിക്നെസ് കിട്ടത്തില്ല. നമുക്കപ്പം ഇളക്കിയതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് കിണ്ടി എടുക്കാം. അപ്പം നമ്മുടെ ഉപ്പുമാവ് എങ്ങനെയാണോ അതേപോലെ ആ ഒരു തിക്നെസ് വേണം. അങ്ങനെ ആ ഒരു രീതിയിൽ